ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഒരുപാട് കോമഡി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അത് ചിലർ നമുക്കൊക്കെ അത് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു പതിവ് കാഴ്ച പോലെ തോന്നുന്നതുകൊണ്ട് ഒരു കോമഡി വരും. അത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പേരാണ് കോൺഗ്രസിൽ പോസ്റ്റർ അടിച്ചേച്ച് മാറേണ്ടി വന്നത്. അത് ഈ പോസ്റ്റർ അടിച്ചതിൻ്റെ ദുഃഖവും വിഷമവും മറച്ചു വയ്ക്കാതെ അവരത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഒന്ന് എറണാകുളത്ത് ദീപ്തി മേരി വർഗീസും ഒന്ന് നമ്മുടെ ഏറ്റുമാനൂരി ജോസഫ് വാഴയ്ക്കനും. വാഴയ്ക്കനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് പറഞ്ഞതാണ് സീറ്റ് ഉറപ്പാണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റർ അടിച്ചത്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അർഹനാണ്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള, നമുക്കറിയാം രമേശ് ചെന്നിത്തല തിരഞ്ഞെടുത്ത് KS-ന്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയ ആളാണ്. അദ്ദേഹം ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് സീറ്റ് കൊടുത്ത് അവിടെ ജയിപ്പിക്കേണ്ടതാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ. രമേശിൻ്റെ കമാൻഡർ ഇൻ ചീഫ് എന്നാണ് അറിയപ്പെടുന്നത് വാഴയ്ക്കനെ. കാരണം രമേശാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത. കഴിഞ്ഞ തവണ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തോറ്റുപോയി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തോറ്റുപോയ സ്ഥിതിക്ക് ഇക്കുറി അദ്ദേഹത്തിന് പീരുമേടായിരുന്നു താല്പര്യം. അപ്പോൾ പീരുമേട് വാഴൂർ സോമനായിരുന്നല്ലോ CPI അദ്ദേഹം ഇടയ്ക്ക് വെച്ച് അസുഖം ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. ഇപ്പം സിറിയക് തോമസ് എന്ന് പറയുന്ന അന്ന് നിന്ന കോൺഗ്രസിൻ്റെ അന്നത്തെ ആളിനെ തന്നെയാണ് ഇത്തവണയും തോമസ് അതെ ആണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഇത്തവണ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതായിരുന്നു പോലെ. അപ്പം പീരുമേട്ടിൽ സിറിയക്ക് തന്നെ വരുന്ന സ്ഥിതിക്ക് പിന്നെ ഇദ്ദേഹം ആവശ്യം ഉന്നയിച്ചത് കാഞ്ഞിരപ്പള്ളി വീണ്ടും മത്സരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ വീണ്ടും നാട്ടകം സുരേഷിനെ അവിടേക്ക് DCC പ്രസിഡന്റായിരുന്നു നാട്ടകം സുരേഷ് ഒരു ഈഴവ സ്ഥാനാർത്ഥി എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ അവിടെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് വാഴയ്ക്കന് ഏറ്റുമാനൂര് കൊടുക്കുക ഉറപ്പിച്ചു. അപ്പോൾ പൂഞ്ഞാറിൽ അലോഷ്യസ് സേവറിനായിരുന്നു പൂഞ്ഞാറിൽ സംസ്ഥാന പ്രസിഡന്റ്. അതെ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കണക്ക് കൂട്ടി ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചു വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ജിജി അഞ്ചാനി എന്ന് പറഞ്ഞൊരു വ്യവസായ പ്രമുഖനുണ്ട് കാഞ്ഞിരപ്പള്ളി. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് ആൻ്റോ ആൻ്റണി MP ആവശ്യം ഉന്നയിച്ചു. ആൻ്റോ ആൻ്റണി വേറെ ആർക്കും വേണ്ടി സംസാരിച്ചില്ല. അദ്ദേഹം സംസാരിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടിയാണ്. അങ്ങനെ വന്നപ്പം ഇവർ ഈ കനകോലു റിപ്പോർട്ടുണ്ടല്ലോ, കനകോലു നടത്തിയ സർവേ റിപ്പോർട്ട് ഈ ജിജി അഞ്ചാനി ജയിക്കില്ല എന്ന് ബോധ്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ പ്രൊഫസർ റോണി ബേബിക്ക് കൊടുത്തു. എവിടെ? ഈ കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അതിനുശേഷം അന്നേരം എന്ത് പറ്റി? ഇത് സാമുദായിക മാറി. പിന്നെ അതുപോലെ പൂഞ്ഞാറിൽ നിന്ന് അലോഷ്യസ് സേവ്യർ അപ്രത്യക്ഷനായി. ഏറ്റുമാനൂര് നാട്ടകം സുരേഷിന് കൊടുത്തു. അപ്പോൾ വാസവനെതിരെ മറ്റൊരു ഈഴവ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നാട്ടകത്തിന് കൊടുത്തു. ഈ പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബിയും വന്നു. അതോടുകൂടി വാഴയ്ക്കൻ ഔട്ടായി. പക്ഷേ ഇവരുടെ വാക്ക് വിശ്വസിച്ച് പോസ്റ്ററും അടിച്ചു, ഫ്ലെക്സും അടിച്ചു. അതായത് 1.5 ലക്ഷം പോസ്റ്റർ അദ്ദേഹം അടിച്ചു. ഒന്ന് ആലോചിച്ച്, 1ഉം 2ഉം അല്ല, ഫ്ലെക്സ് 100 കണക്കിന് ഫ്ലെക്സുകളും അടിച്ചു. ഇനി എന്ത് ചെയ്യും? ഈ സംഭവം എല്ലാം വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഇത്രയും സാധനവും വേസ്റ്റ് ആയിപ്പോയി. ശരിക്കും രമേശ് ചെന്നിത്തല പറഞ്ഞു, സണ്ണി ജോസഫ് പറഞ്ഞു, VD സതീശൻ പറഞ്ഞു. 3 പേരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തയ്യാറായത്. അതേപോലെ മുതിർന്ന നേതാവിന് സീറ്റ് കിട്ടാതെ പോയത് ഈ വീതം വയ്പ്പ് വരുന്നതും സാമുദായിക സമവാക്യങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എങ്കിലും മുൻകൈ എടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പാർട്ടിയാണിത്. ഇവർ സമുദായ സമവാക്യത്താക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സമുദായം നോക്കി തന്നെയാണ് മുഴുവൻ പേര് വോട്ട്. ചിലയിടത്തൊക്കെ സമുദായങ്ങൾ വോട്ട് നോക്കുമായിരിക്കും. എല്ലാ മണ്ഡലത്തിലും സമുദായം നോക്കി സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. വാഴയ്ക്കനെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും വാഴയ്ക്കന് സീറ്റ് മാത്രമല്ല പോയത്, കാശും കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇത്രയും പോസ്റ്ററൊക്കെ അടിച്ച് ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിൻ്റെയും മുഹമ്മദ് ഷിയാസിൻ്റെയും പേരുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ദീപ്തിക്ക് വേണ്ടി KC വേണുഗോപാൽ, ഷിയാസിന് വേണ്ടി VD സതീശനും നിലയുറപ്പിച്ചു. എന്തായാലും ദീപ്തി മേരി വർഗീസ് KC വേണുഗോപാൽ വിളിച്ചു പറഞ്ഞതാണല്ലോ. അപ്പം ഉറപ്പിച്ച സീറ്റ് SIC ജനറൽ സെക്രട്ടറിയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ പേര് കൊടുക്കുന്ന പട്ടികയുടെ അടിയിൽ ഒപ്പിടുന്നത് KC വേണുഗോപാലാണ്. കാരണം അദ്ദേഹത്തിനാണ് അതിൻ്റെ ചുമതലയുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ദൈവം ആയുസ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ പറഞ്ഞ സ്ഥിതിക്ക് ദീപ്തി മേരി വർഗീസ് പോയി പോസ്റ്റർ അടിച്ചു. പോസ്റ്റർ അടിച്ച് പകുതി ആയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതോടെ പോസ്റ്റർ അടി ഇവിടെ നിർത്തി.
ദീപ്തി മേരി വർഗീസിൻ്റെ പോസ്റ്ററുകൾ മുഴുവൻ എറണാകുളത്തെ പ്രശ്നം നമ്മൾ സഹിതം സ്റ്റോറി കൊടുത്താണ്, നമ്മുടെ അതെ അതെ ന്യൂസൊക്കെ പോയി എടുത്തതാണ് വാർത്ത. അപ്പം അത് അവിടെയും നിന്നു. ഇപ്പോൾ ഈ മുഹമ്മദ് ഷിയാസിനാണ് സീറ്റ് കിട്ടിയത്, അതോടെ ദീപ്തി മേരി വർഗീസിൻ്റെ പോസ്റ്ററും പോയി. അപ്പോൾ ഈ രണ്ട് നേതാക്കൾ, രണ്ട് മുതിർന്ന നേതാക്കളാണ്, രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിയിൽ വർഷങ്ങളുടെ തഴക്കവും പഴക്കവും ഉള്ള നേതാക്കളാണ്. അങ്ങനെ ഈ രണ്ട് പ്രമുഖ നേതാക്കൾക്ക് പോസ്റ്റർ അടിച്ചിട്ട് പിന്മാറേണ്ടി വന്നു. ഇത് കോൺഗ്രസിനകത്തെ സംഭവമല്ല, അതെ, ഇത് നേരത്തെ ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആറന്മുളയിൽ 2 വട്ടം കെ ശിവദാസൻ നായർക്ക് സംഭവിച്ചു. ഒന്ന് 2001-ലായിരുന്നു. 2001 ഇതുപോലെ സീറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചാടിക്കയറി പോസ്റ്റർ ഒട്ടിച്ചു ആറന്മുളയിൽ. സീറ്റ് വന്നപ്പം മാലത്ത് സരളാദേവിക്ക്. എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ജയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന പത്മകുമാർ തോറ്റു പോകുന്നു. 2006 വീണ്ടും സംഭവിക്കുന്നു. ഒരു തവണയല്ല സംഭവിച്ചത്, 2 തവണ. 2006 എന്ത് സംഭവിക്കുന്നു? മാലത്ത് സരളാദേവിയൊക്കെ കോൺഗ്രസ് വിട്ടിട്ട് DIC ഉണ്ടാക്കി കരുണാകരനൊപ്പം പോയി. അപ്പോൾ ആറന്മുള സീറ്റിൽ DIC അപ്പോൾ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയല്ല, UDF-ലല്ല, LDF-ൻ്റെ കൂടെ പോകുമെന്നാണ് പറയുന്നത്. അത് ആ വാക്ക് വിശ്വസിച്ച് ശിവദാസൻ നായർ വീണ്ടും അവിടെ പോസ്റ്റർ ഒട്ടിച്ചു ആറന്മുളയിൽ പോകുമ്പോൾ. പോസ്റ്റർ ഒട്ടിച്ച സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും DIC-ക്ക് അത് ലീഗ് ഇടപെട്ട്, അത് കുഞ്ഞാലിക്കട്ടേക്ക് ഇടപെട്ടാണ് ഈ DIC ദാ വരുന്നു, വീണ്ടും ആര് വരുന്നു? മാലത്ത് സരളാദേവി. വീണ്ടും ഒട്ടിച്ച പോസ്റ്റർ വേശ. എന്തായാലും എത്താണ്ട് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് പത്തനംതിട്ട സീറ്റ് കൊടുത്തു, ജയിച്ചു, MLA. അദ്ദേഹം അവിടെ ജയിച്ച് MLA. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പണ്ട് 71-ലെ പാർലമെന്റ് ഇലക്ഷന് വടകര മണ്ഡലത്തിൽ ലീലാ ദാമോദര മേനോൻ, പ്രശസ്തയായ കോൺഗ്രസ് നേതാവായിരുന്നു, അവരെയാണ് കോൺഗ്രസ് ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇന്നത്തെ പോലെ ഫ്ലക്സ് ഒന്നും ഇല്ലല്ലോ, എന്നാലും എല്ലായിടത്തും ചോരം എഴുതി അവരെല്ലാവരും ലീല ചേച്ചി എന്നങ്ങനെ വിളിക്കുന്നത്. എല്ലാവരും വലിയ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആനക്കര വടക്കത്ത് കുടുംബത്തിലുള്ളതാണ്. കെ ദാമോദര മേനോൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്നു, അതിൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പം അവരെ ചുവരെഴുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ തീരുമാനം മാറ്റി KP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നു പാർലമെന്റിലേക്ക്. അപ്പോൾ KP ഉണ്ണികൃഷ്ണൻ വടകരയിൽ. അപ്പോൾ ഈ KP ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് അന്ന് വരെ ആ നാട്ടുകാർക്കും അറിയില്ല. ഉണ്ണികൃഷ്ണന്റെ തട്ടകം ഡൽഹിയായിരുന്നു. അത് ആ നാട്ടുകാരനാണ്, കോഴിക്കോട്ടുകാരൊക്കെ തന്നെയാണ്, പക്ഷെ പലർക്കും അറിയില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ വന്നു, MB ആയി. പക്ഷേ അന്നത്തെ കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ലീലാ ദാമോദര മേനോൻ എടുത്ത് മര്യാദ കാണിച്ചു, അവർ രാജ്യസഭ ആക്കി. അപ്പോൾ ഇവർക്ക് വന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി. ഒരു സ്ത്രീയുടെ അടുത്ത് കാണിക്കുന്ന, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇത്രയും സ്ത്രീ നേതാക്കളൊന്നും ഇല്ലായിരുന്നൊരു കാലത്ത് ലീലാ ദാമോദരനെ പോലത്തെ വളരെ നമ്മൾ മനസ്സിലാക്കണം. ലീലാ ദാമോദരൻ പിന്നീട് MLA എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, 87 മറ്റാണെന്ന് തോന്നുന്നു അവർ പിന്നീട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ എവിടെ പട്ടാമ്പിയിലോ പാലക്കാട് എവിടെ നിന്ന് MLA ആയത്. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നമ്മളിത് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ വേറെ സീറ്റ് കിട്ടാൻ പോയ പ്രമുഖരും ഉണ്ട്, എത്രയോ പേരുണ്ട്. അവർ വരേണ്ടിയിരുന്നവർ കേരള നിയമസഭയിലോ അല്ലെങ്കിൽ UDF മന്ത്രിസഭ ഉണ്ടാക്കി മന്ത്രിസഭയിലോ ചേരേണ്ടിയിരുന്ന പലരും വാഴക്കൻ്റെ ആയിരുന്നു തന്നെ എടുക്കുക. അദ്ദേഹം ജയിച്ചിങ്ങനെ മന്ത്രിയാകുമായിരുന്ന ഒരാളാണ് ഉറപ്പായിട്ടും. അതുപോലെ ഡോക്ടർ SS ലാൽ, അത് വലിയൊരു നഷ്ടമാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ഒരു നഷ്ടമാണ്. കാരണം ഇത്തരം ആളുകളെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം, എവിടെയെങ്കിലും ഷുഗർ സീറ്റ് കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ച് കൊണ്ടുവരണം. ഡോക്ടർ SS ലാൽ ഒക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു അസറ്റാണ് അവർക്ക് എല്ലാ കാലത്തും. കാരണം ഈ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ് അദ്ദേഹം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ എന്തായാലും പോസ്റ്റർ അടിച്ച് ബുദ്ധിമുട്ടി പോയ നമ്മുടെ ഈ നേതാക്കൾ, ഇവരൊക്കെ തന്നെ ഈ നേതാക്കളൊക്കെ തന്നെ ചെയ്തൊരു നല്ല കാര്യം, അവരാരും പാർട്ടി നേരത്തെ തള്ളി പറയും, അയ്യോ ഞങ്ങൾക്കിത് കഷ്ടം വന്നു എന്ന് വിലപിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവരത് അക്സെപ്റ്റ് ചെയ്തു, അത് നല്ല കാര്യമാണ്. അല്ല, ഈ വാഴക്കനാണെങ്കിലും ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും തങ്ങളുടെ നിരാശ മറച്ചു വയ്ക്കുന്നു. ഉറപ്പ് മനുഷ്യരാണ്. പക്ഷേ അവർ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അത് അവരൊക്കെ അറിയാമല്ലോ. പ്രസംഗിച്ച് അവസാന നിമിഷമുണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, മറ്റതുപോലെയല്ല. പ്രസ് മീറ്റൊന്നും അവർ വിളിച്ചില്ല, പ്രസ് മീറ്റൊന്നും വിളിച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു എതിരഭിപ്രായം. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം കെ സുധാകരൻ സീറ്റ് പിടിച്ചു മേടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം വിമതനാവുകയോ ചെയ്തിരുന്നെങ്കിൽ ഇവരെല്ലാം രംഗത്ത് വന്നേനെ. പുള്ളി 29 മണ്ഡലങ്ങളിൽ തനിക്ക് സ്വാധീനമുണ്ടെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 29 മണ്ഡലങ്ങളിൽ നിന്നല്ല മിക്കവാറും എല്ലായിടത്തും ഈ ഇതുപോലെ വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നേനെ. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹവും വലിഞ്ഞത് എന്തുകൊണ്ടാണ്? കെ സുധാകരൻ വലിഞ്ഞുകൊണ്ടാണ്. അത് കെ സുധാകരനെ വെച്ച് ഇവരൊക്കെ എത്ര ചെറിയ ആളാണ് ഈ നമ്മുടെ ഈ എൽദോസ് കുന്നപ്പള്ളി PP തങ്കച്ചൻ്റെ. അതെ PP തങ്കച്ചൻ കരുണാകരൻ്റെ കൂടെ അല്ലായിരുന്നു, പിന്നെ കരുണാകരനൊപ്പം ഉണ്ടായിരുന്നു, മുൻ മന്ത്രിയായിരുന്നു, വിശ്വസ്തനായ മുൻ സ്പീക്കർ, മുൻ മന്ത്രി, പെരുമ്പാവൂർ MLA ആയിരുന്നാണ് അദ്ദേഹം. എന്തായാലും ഈ പോസ്റ്റർ അടിച്ച് നിരാശപ്പെട്ടു പോയവരുടെ കാര്യത്തിൽ നമുക്കൊക്കെ നോക്കുമ്പോൾ കോമഡിയാണ്. പക്ഷേ ഒരു കാര്യം, ഈ പോസ്റ്റർ അടിച്ച് സീറ്റ് കിട്ടാതെ പോയവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ
മനസ്സിലാക്കി അവരോട് നമ്മൾ അവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക. പങ്കുചേരുക. ലീലാ ദാമോദര മേനോൻ്റെ അടുത്ത് പണ്ട് കോൺഗ്രസ് നേതൃത്വം കാണിച്ച ആ ഒരു സാമാന്യ മര്യാദയും മനുഷ്യത്വവും അതെ ഈ മനുഷ്യരോടും അധികാരത്തിൽ നാളെ എത്തുകയാണെങ്കിൽ അന്ന് കാണിക്കുക.